ഉണ്ടായത് ഒരു ആക്സിഡന്റ് അല്ല രാജു, കൊലപാതക ശ്രമമാണെന്ന് അയാൾ പറഞ്ഞപ്പോ എനിക്കെന്റെ തല കറങ്ങുന്നത് പോലെ തോന്നിയത്. എന്തൊക്കെയാ രാജു നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും നടക്കുന്നത്? നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഋതിക മാഡം. എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങൾ തന്നെയാ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ സംശയം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. രാജു അച്ഛന്റെ ഒപ്പം വീണ്ടും നിൽക്കുന്നത് അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല രാജു. അവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും രാജുവിനെ. ഒരിക്കലുമല്ല മാഡം, അക്കാര്യത്തിൽ വർമ്മ സാറിന്റെ കണക്ക് കൂട്ടലുകൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതെ മാഡം, നിങ്ങൾ കരുതുന്ന പോലെ ഒരു ആക്സിഡന്റിലൂടെ എന്നെ തീർത്ത് കളയാന്ന് വിചാരിച്ചത് വർമ്മ സാറിന്റെ രാഷ്ട്രീയ ശത്രുക്കളൊന്നുമല്ല. പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോ ദീപകിന്റെ മുഖഭാവം ഋതിക മാഡം ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല രാജു. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. അതുവരെ നോർമലായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന അവന്റെ മുഖത്ത് ആ കാര്യം കേട്ടപ്പോഴുണ്ടായ ഭയവും വേവലാതിയും ഞാൻ കണ്ടു. ഞാൻ അത് കണ്ടു എന്ന് മനസ്സിലായപ്പോ അതിവിദഗ്ധമായി അതവൻ മറക്കാനും ശ്രമിച്ചു. രാജു പറയുന്നത് സത്യമാണെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കണം. രാജുവിനെതിരെ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൻ എന്റെ വീട്ടിൽ തുടരാൻ യോഗ്യനല്ല. ഇത് അവന്റെ മാത്രം പ്ലാൻ ആയിരിക്കില്ല രാജു. അവനേക്കാൾ കൂടിയ വിഷം അമ്മായി. അവനെ കൊണ്ട് അമ്മായി ചെയ്യിക്കുന്നതാ ഇതെല്ലാം. ഞാൻ അച്ഛനെ വിളിക്കട്ടെ. വേണ്ട ഋതിക മാഡം. രാജു എന്തീ പറയുന്നേ? രാജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവനെ എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനറിഞ്ഞ ഇന്നവന്റെ അവസാനമായിരിക്കും. രാജു ഫോൺ ചെയ്താ. ഇപ്പൊ വേണ്ട ഋതിക മാഡം. ദീപക് അല്ല ഇപ്പൊ എന്റെ പ്രശ്നം. ഞാൻ ആലോചിക്കുന്നത് ആ DNA റിപ്പോർട്ടിനെ കുറിച്ചാ. ദീപക് എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഒരു കാരണം ആ DNA റിപ്പോർട്ട് ആയിരുന്നിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ആ മിസ്സിംഗ് ആയ റിപ്പോർട്ട് അവന്റെ കയ്യിൽ കിട്ടിയിട്ടുമില്ല. അതാണ് രാവിലെ ഞാൻ DNA റിപ്പോർട്ട് പുറത്ത് വിടുവെന്ന് പറഞ്ഞപ്പോ ഋതിക മാഡത്തിന്റെ വീഡിയോ കാണിക്കാതെ അവൻ വിഷയം മാറ്റിയത്. എന്തായാലും എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതുവരെ ഈ പ്രശ്നം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. രാജു പക്ഷെ അവൻ. ഋതിക മാഡം, ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം.